സ്വന്തം ആത്മകഥ ഇന്ദ്രധനുസ് എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ച് ഇന്ദ്രൻസ് കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് പുസ്തകം നൽകിയത്. ടി പത്മനാഭൻ തന്റെ പ്രിയ ഗുരുനാഥനാണെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു. സിനിമാ മേഖലയിൽ നല്ല വായനയുള്ള ചുരുക്കം ആളുകളിൽ ഒരാളാണ് ഇന്ദ്രൻസ് എന്ന് ടി പത്മനാഭനും പറഞ്ഞു. മാതൃഭൂമി ബുക്സാണ് ഇന്ദ്രധനുസിന്റെ പ്രസാധകർ. നമ്മുടെ ധനകാര്യ വകുപ്പായി അതിന്റെ വ്യതിയാനമാണ്. ഇന്ദ്രധനുസ് ഞാൻ ജീവിച്ച് തീർത്ത കാര്യമാണ്. അപ്പോൾ അതിൽ ആത്മകഥ എന്ന് പറഞ്ഞ് ഞാൻ നന്നായി ജീവിക്കാൻ തുടങ്ങിയ കാലമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആ ചെറിയ ബാല്യം എങ്ങനെ വന്നു, അതിന് ഭയങ്കര കൂടുതൽ നിറമുണ്ടെന്നോ അല്ലെങ്കിൽ ആ ആഘോഷമൊക്കെ കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ തുടങ്ങി മോഹിച്ചെടുത്തകൂടെയൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു അവിടെ എത്തിയപ്പോൾ ഞാൻ അത് പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. പിന്നെ ജീവിതം കുറച്ചൊക്കെ നിറം പിടിച്ചതായില്ലേ, പച്ച പിടിച്ചില്ലേ, വിശപ്പില്ലല്ലോ. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ കൂടുതലുള്ളത് തന്നെയാണെങ്കിലും അതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നന്നായോ, അത് ഏത് ആത്മകഥയാണോ അല്ലെങ്കിൽ വേറെ എങ്ങനെ കുറിപ്പോ ഏത് ജനസിൽ പെടുമെന്ന് പോലും എനിക്കറിയില്ല. ഏറ്റവും ആദ്യം അനുഗ്രഹം വാങ്ങി സാറിന് കൊടുത്തിട്ടേ അത് വേറെ അറിയാവൂന്ന് വരെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഇവരെയൊക്കെ മനസ്സിൽ ആദ്യം വന്ന ശേഷമാണ് വായിക്കാൻ തുടങ്ങുന്നത്. അതിനുമുമ്പ് എഴുത്തുകാരോടൊക്കെ ഉള്ളൊരു ആരാധന എന്നല്ലാതെ വായനയുടെ മനസ്സിൽ വന്നവരല്ല. അതിലൊരു പ്രധാന ഗുരുനാഥനാണ്. അച്ഛൻ വിളിക്കും പോലെയൊക്കെ എന്നെ വിളിക്കണത്. അങ്ങനെ സുരേന്ദ്ര എന്ന് വിളിക്കുന്ന ആരും ബാധികയില്ല. അപ്പോൾ ആ ഒരു സൗഭാഗ്യമൊക്കെ ഉള്ളതുണ്ടാവും. എനിക്കിങ്ങനെ വേറൊരെണ്ണം സങ്കല്പിച്ചൊരു കഥ പറയാൻ കഴിയുന്നതിന് മുമ്പ് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യം പറയാമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ പോലും അത് സഹിക്കാൻ പറ്റുന്ന, ക്ഷമിക്കാൻ പറ്റുന്ന ഒരാളടുത്ത് അനുഗ്രഹം വാങ്ങണം. ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു കൊതി വന്നാലും ആ തെറ്റുകൾ വരാതിരിക്കണം. അഭിപ്രായം നന്നാണെന്ന് പറയാനോ മടിക്കാത്തതാണ്. അത് കൃത്യമായ മനസ്സിലിരിപ്പാ. അതുകൊണ്ടൊരു പ്രത്യേക അഭിമാനം കൂടെയുണ്ട്. അത് നമ്മുടെ സിനിമാ നടന്മാരിൽ വായനയുള്ള അത്ര പേര്, മരിച്ചുപോയ മുരളി നല്ല വിവരമുള്ള ആള്, വായനക്കാരൻ. പിന്നെ ഇദ്ദേഹം ഇപ്പം നമ്മളൊന്നിച്ചിട്ട് ഞാൻ സുരേന്ദ്ര എന്നേ വിളിക്കുള്ളൂ. ഇന്ദ്രൻസിന് അറിയാത്തതൊന്നുമില്ല. വായന അപ് ടു ഡേറ്റ് ആണ്. ഒരുപക്ഷെ എൻ്റെ എല്ലാ പുസ്തകവും ഇന്ദ്രൻസിൻ്റെ അടുക്കുണ്ടാവും.